ഹലോ എവരി വൺ, ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടോർഷൻ്റെ പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കാം, ഒന്ന് പരിചയപ്പെടാം. അതിൽ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച സെയിം വിഷയം തന്നെ ഒന്ന് റീകോൾ ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ 3 ഇക്വേഷനാണ് ടോർഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ 2 ഇക്വേഷൻസ്, ആദ്യത്തെ 2 ഇക്വേഷൻസ് പവറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഒരു ഇക്വേഷൻ ഇതും ഒരു ഇക്വേഷൻ ഇതും. അതിൽ പവർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, ഫസ്റ്റത്തെ ഇക്വേഷൻ P = 2πnt/60 എന്നുള്ള ഇക്വേഷൻ സ്പീഡ് RPM-ലാണ് പ്രോബ്ലത്തിൽ വരുന്നെങ്കിൽ ഈ ഇക്വേഷനാണ് പവർ കാണാൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി പ്രോബ്ലത്തിൽ ഷാഫ്റ്റിൻ്റെ സ്പീഡ് തരുന്നത് റേഡിയൻ പെർ സെക്കൻഡിലാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഇക്വേഷനാണ് P = T⍵ എന്നുള്ളത്. ഇനി ടോർഷൻ്റെ ഇക്വേഷനാണ് T = τ × Zp എന്നുള്ള ഇക്വേഷൻ. അതിൽ Zp സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ πd³/16 ആയിരിക്കും. ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ π × d⁴ ക്യാപിറ്റൽ D⁴ - സ്മോൾ d⁴/16d എന്നാണ്. ക്യാപിറ്റൽ D എന്നുള്ളത് ഔട്ടർ ഡയമീറ്റർ ആണ്, സ്മോൾ d എന്നുള്ളത് ഇന്നർ ഡയമീറ്റർ ആണ് ഹോളോ ഷാഫ്റ്റിൻ്റെ. പിന്നെ വേറെ കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഈ പവറിൽ നിന്ന് കിട്ടുന്ന ഈ T ഉണ്ടല്ലോ, അതായത് ടോർക്ക്, ഈ ടോർക്ക് എപ്പോഴും ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഇവിടെ എപ്പോഴും ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഇവിടെ ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണെങ്കിൽ ടോർക്ക് എന്തിലെടുക്കണം? മില്ലിമീറ്ററിലെടുക്കണം. ഷിയർ സ്ട്രെസ് മീറ്ററിലാണെങ്കിൽ ടോർക്ക് എന്തെടുത്താൽ മതി? മീറ്ററിലെടുത്താൽ മതി. അതാണ് കാൽക്കുലേഷൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണ്, ഇവിടുത്തെ ടോർക്ക് ഞാൻ പറഞ്ഞു മീറ്ററിലായിരിക്കും. അപ്പോൾ ഈ ടിയുടെ വാല്യൂ ഈ ടിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് കിട്ടിയ മീറ്ററിൻ്റെ വാല്യൂ ഇങ്ങോട്ട് മാറ്റുമ്പോൾ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ഇവിടുന്ന് കിട്ടിയ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും, ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തിലേക്ക് മാറ്റണത്? ന്യൂട്ടൺ മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, നേരെ തിരിച്ചു. ഇവിടുന്ന് കിട്ടുന്ന ഇനിയിപ്പോൾ ഈ ടിയുടെ ഇവിടുന്ന് കിട്ടുന്ന ടോർക്കിൻ്റെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഈ ടിയുടെ വാല്യൂ പവറിൻ്റെ ഇക്വേഷനിൽ ഈ ടിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേണ്ടത് ന്യൂട്ടൺ മീറ്ററിലാണ്. ഇവിടെ കിട്ടുന്ന ന്യൂട്ടൺ മില്ലിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം ഇതാണ്: ഫൈൻഡ് ദ പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ എ ഷാഫ്റ്റ് ഓഫ് 60 mm ഡയമീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 100 RPM ഇഫ് ദ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഈസ് 50 Nm/mm². നമ്മൾ ആദ്യം ഗിവൺ ഡാറ്റ എടുത്ത് എഴുതണം. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഒന്നാമത്തെ ഫൈൻഡ് ദ പവർ ആണ് അല്ലേ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ടു ഫൈൻഡ് എന്താണ്? പവറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കിവിടെ എഴുതിയേക്കാം P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി പവർ കണ്ടുപിടിക്കണം. ബാക്കിയുള്ള ഗിവൺ ഡാറ്റ എന്താ? ബൈ ഷാഫ്റ്റ് 60 mm ഡയമീറ്റർ. ഇത് സോളിഡ് ഷാഫ്റ്റ് ആണെന്ന് മനസ്സിലായി. എന്താ സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയാൻ കാരണം? ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ഉണ്ടായിരിക്കും. ഇവിടെ ഒരൊറ്റ ഡയമീറ്റർ ഉള്ളൂ, വിച്ച് മീൻസ് ഇതെന്താണ്? ഒരു സോളിഡ് ആയിട്ടുള്ള ഷാഫ്റ്റ് ആണെന്ന് മനസ്സിലായി. സോ നമുക്ക് എങ്ങനെ എഴുതിയേക്കാം? D = 60 mm എന്ന് എഴുതിയേക്കാം. 60 mm എന്ന് എഴുതി വെച്ചു. ഇനി അടുത്ത ഭാഗം നോക്ക്. അറ്റ് എ സ്പീഡ് ഓഫ് 100 RPM. സ്പീഡിനെ സാധാരണ സൂചിപ്പിക്കുന്ന ലെറ്റർ N ആണ് അല്ലേ. N = എത്രയാണ്? 100 RPM ആണ്. 100 RPM. ഓക്കെ, കൈകൊണ്ടാണ് സ്ക്രീനിൽ എഴുതുന്നത്, അതിൻ്റേതായിട്ടുള്ള ഒരു വൃത്തിക്കുറവുണ്ടാവും, പക്ഷെ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ മുൻകൂട്ടി എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നാൽ മതി. പക്ഷെ അത് വേണ്ട, നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കാര്യമാക്കണ്ട, അത് ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ 100 RPM എന്നാണ്. ഇനി ഇഫ് ദ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഈസ് 50 Nm/mm². ഷിയർ സ്ട്രെസ്സിനെ അടയാളപ്പെടുത്തുന്ന ലെറ്റർ ടോ എന്നാണ്. ടോ = എത്ര വരിക? 50 Nm/mm² അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണ്. അപ്പോൾ ടോർഷൻ ഇക്വേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ ടി എന്തിലായിരിക്കണം? ഈ ടോ മില്ലിമീറ്ററിലാണ്, അപ്പോൾ ടി എന്തിലായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് ശ്രദ്ധിക്കുക, മില്ലിമീറ്ററിലാണ്. നമുക്ക് ഇനി പവർ കണ്ടുപിടിക്കണം. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം, പവർ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഏതാ സെലക്ട് ചെയ്യേണ്ടത്? ഈ ഇക്വേഷനാണ്. കാരണം ഇവിടെ സ്പീഡ് ചോദിച്ചതില്ല, RPM-ലാണ്. സോ പവർ P = നമുക്കറിയാം എന്താ? 2πnt/60. അപ്പോൾ പവർ കണ്ടുപിടിക്കണമെങ്കിൽ 2π നമുക്കറിയണമാണ്. N-ൻ്റെ വാല്യൂ വേണം, T-ൻ്റെ വാല്യൂ വേണം. പിന്നെ ഓൾറെഡി ഇവിടെ 60 ഉള്ളത്. N-ൻ്റെ വാല്യൂ ഇവിടെ എത്ര ഉണ്ട്? 100 RPM എന്നുണ്ട്. T-ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് T. ടോർക്കിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ ഇപ്പോൾ ഇതിൽ ടോർക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ ടോർക്കിൻ്റെ വാല്യൂ ഇതിൽ പ്രോബ്ലത്തിലില്ല.
അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താ? പിന്നെ ടോർക്ക് കിടക്കുന്ന എവിടെ? ടോർഷണൽ ഇക്വേഷനിലാണ്. ഇവിടെ ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടി കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കറിയാം ടോർഷൻ ഇക്വേഷൻ എന്താ വരിക? ടി ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു സെഡ് പി എന്നാണ് അല്ലേ? അതായത് സെഡ് പിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? നമുക്കറിയാം ഇവിടെ സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് പൈ ഡി ക്യൂബ് ബൈ 60 എന്ന് കൊടുക്കണം. സോ സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിന് കൊടുക്കാം ടോ ഇൻറ്റു പൈ ഡി ക്യൂബ് ബൈ 16. ക്യൂബ് ഉണ്ട് കേട്ടോ. പൈ ഡി ക്യൂബ് ബൈ 16. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ ടോൻ്റെ വാല്യൂ എത്ര വരിക? ടോൻ്റെ വാല്യൂ വരുന്നത് 50 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. 50 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഞാൻ എഴുതാണ് ടോൻ്റെ വാല്യൂ 50 ഇൻറ്റു ഇനി എന്താ പൈൻ്റെ വാല്യൂ നമുക്ക് അറിയാം, പൈ തന്നെ എഴുതി വെച്ചു. ഇൻറ്റു ഡി ക്യൂബ്. ഡി എത്ര വരുന്നത്? ഡി വരുന്നത് 60 ആണ്. 60 മില്ലിമീറ്റർ ആണ് അല്ലേ? ഇതൊക്കെ മില്ലിമീറ്ററിലായിരിക്കണം. കാരണം എന്താ? ഇവിടെ ഷിയർ സ്ട്രെസ് മില്ലിമീറ്റർ ആയതുകൊണ്ട് ഇതൊന്തിലായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം അല്ലേ? ഷിയർ സ്ട്രെസ് ഇവിടെ 50 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഡി എന്തായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം. ഡി സെൻറ്റിമീറ്ററിലാവാൻ പാടുണ്ടോ? ഇനി ഡി സെൻറ്റിമീറ്ററിലാവാം, പക്ഷേ അപ്പോൾ അവിടെ എന്തായിരിക്കണം? ടോർക്കും സെൻറ്റിമീറ്ററിലായിരിക്കണം. നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എല്ലാ യൂണിറ്റുകളും സെയിം ആയിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഇനി ഡീൻ്റെ വാല്യൂ വരുന്ന എത്രയാണ്? 60 ആണ് അല്ലേ? 60 മില്ലിമീറ്റർ ആണ്. സോ നമ്മൾ എന്ത് കൊടുത്തു? 60 റേസ് ടു ക്യൂബ് ഡിവൈഡഡ് ബൈ 16 കൊടുത്തു അല്ലേ? ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ 50 ഇൻറ്റു പൈ ഇൻറ്റു 60 ഹോൾ റേസ് ടു ക്യൂബ് ഡിവൈഡഡ് ബൈ 60 എന്ന് കൊടുത്താൽ അതിൻ്റെ വാല്യൂ ലഭിക്കുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. 21 20 575.04 ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. എന്തുകൊണ്ടാണ് മില്ലിമീറ്റർ വന്നത്? ഇവിടെയുള്ള ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിലാണ്, ഡയമീറ്റർ അതും മില്ലിമീറ്ററിലാണ്. സ്വാഭാവികമായിട്ടും ടോർക്ക് എന്തായിരിക്കും? മില്ലിമീറ്ററിലായിരിക്കും അല്ലേ? മില്ലിമീറ്റർ കൊടുത്താൽ മില്ലിമീറ്ററിനെ കിട്ടുള്ളൂ. മത്തം കുത്തിയാൽ കുമ്പളം മുളക്കും എന്നുള്ള ചൊല്ലുണ്ട്. മത്തം കുത്തി കഴിഞ്ഞാൽ മത്തം തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ മില്ലിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? മില്ലിമീറ്ററിലായിരിക്കും. സോ അത് ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ്. ഈ കോൺസെപ്റ്റ് ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതാണ് ഇപ്പോൾ ടീൻ്റെ വാല്യൂ അല്ലേ? ഇതാണ് ഇപ്പോൾ ടീൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത്. ഈ ടീൻ്റെ വാല്യൂ ആണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? ഞാൻ അവിടെ കാണിച്ചു തരാം. ഇത് ഈ പവർ കാണുമ്പോൾ 2 പൈ ഇൻറ്റു പിന്നെ n ആണ്. എന്നിൻ്റെ വാല്യൂ എത്ര? 100 ആണ്. 100 ഡിവൈഡഡ് ബൈ 60. ഇനി ഇവിടെ എന്തുണ്ട്? കൂടെ എന്തുണ്ട്? ടി ഉണ്ട് അല്ലേ? ടീൻ്റെ വാല്യൂ നമുക്കറിയാം 2 പൈ എൻ ടി. n 100 ആണ്, ടി നമുക്കറിയില്ല, ബൈ 60. ഈ ടി ആണ് നമ്മൾ എവിടെ കണ്ടുപിടിച്ചത്? കണ്ടുപിടിച്ചത്. പക്ഷെ ഒരു പ്രശ്നം, പവറിലെ ടി എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്ററിലായിരിക്കും, പക്ഷെ ഇവിടെ കിട്ടിയ എന്താ? ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ്. അപ്പോൾ ഈ വാല്യൂ നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ടീൻ്റെ വാല്യൂ ഈ ടീൻ്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ മില്ലിമീറ്ററിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ മില്ലിമീറ്ററിന് മില്ലിമീറ്റർ ന്യൂട്ടൺ പെർ എന്നൊന്നല്ല, ന്യൂട്ടൺ മില്ലിമീറ്റർ നേരെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ മില്ലിമീറ്ററിന് മീറ്റർ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു 1000 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. അപ്പോൾ എന്തായി മാറും? മീറ്ററിലേക്ക് മാറും. അപ്പോൾ എങ്ങനെ ന്യൂട്ടൺ മീറ്റർക്ക് മാറുന്നത്? 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്താ? 1000 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 3 സ്ഥാനം മാറ്റിയിടാം. 1000ൽ 3 പൂജ്യം അല്ലേ? 1 2 3. അപ്പോൾ 21 20.575 വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ടി സി ഈക്വൽ ടു 21 20.57 ന്യൂട്ടൺ മീറ്റർ. ഈ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ നല്ല ചോക്ക് പി സി ഈക്വൽ ടു 2 പൈ ഇൻറ്റു n എത്ര വരുന്നത്? 100. ടി എത്ര വരുന്നത്? 21 20.57 അല്ലേ? 21 20.57 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ മനസ്സിലാക്കുക, 2 പൈ ഇത് n ആണ്, 100 ഇത് ടി ആണ്, 21 എത്ര വരുന്നത്? 21 20 അല്ലേ? 2120.57 ബൈ 60. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് കിട്ടി? പവർ കിട്ടി. വാട്ടിൽ പവർ കിട്ടും. എത്ര വാല്യൂ വരുന്നുണ്ടാവും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. അതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 22,206.56 കിട്ടും. എത്ര വരും? 21 വാല്യൂ ലഭിക്കുന്നത് 21 പവർ പി സി ഈക്വൽ ടു 2 പൈ എൻ ടി ബൈ 60 എന്നുള്ളതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 2 പൈ ഇൻറ്റു 100 ഇൻറ്റു 2120
0.57 ഡിവൈഡഡ് ബൈ 60 ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 22,206.56 വാട്ടാണ് ആൻസർ വരിക. ഇത് വേണമെങ്കിൽ ജസ്റ്റ് കിലോ വാട്ട് എഴുതാം. കിലോ വാട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടിന് 1000 കൊണ്ട് ഹരിച്ചാൽ മതി. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എവിടെ പോയിന്റ് വരും? 1000 എന്നാൽ 3 പൂജ്യം അല്ലേ? 1 2 3 പോയിന്റ് എവിടെ വരും? ഇവിടെ വരും. 22.206 കിലോ വാട്ടായിരിക്കും. അപ്പം അത് ചെയ്യണമെന്നില്ല, ചെയ്താൽ നല്ലതാണ്. പക്ഷേ ചെയ്തിലാച്ചിട്ട് മാർക്ക് പോകുന്നില്ല, പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 7 മാർക്കിൻ്റെ ചോദ്യമാണ്, വളരെ സിമ്പിളാണ്. ഈ ടോർക്കിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ എന്ത് മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, എ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഓൺ എ കാർ. ഒരു കാറിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ടാണോ ഡിസ്കസ് ചെയ്യുന്നത്? ഷാഫ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആക്സിലറേറ്റർ അമർത്തുന്ന സമയത്ത് നമുക്കറിയാം എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പവർ ഗിയർ ബോക്സിലൂടെ ട്രാൻസ്മിഷൻ ഷാഫ്റ്റിലൂടെ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലൂടെ വീലിലേക്ക് പോവാണ്. അത് ഫ്രണ്ട് വീലാണെങ്കിലും ബാക്ക് വീലാണെങ്കിലും ഷാഫ്റ്റിലൂടെയാണ് എൻജിൻ്റെ പവർ വീലിലേക്ക് എത്തുന്നത്. ആ ഷാഫ്റ്റിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. എ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഓൺ എ കാർ. ഒരു കാറുള്ള പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഈസ് ട്രാൻസ്മിറ്റ് ടു 30 കിലോ വാട്ട്. 30 കിലോ വാട്ട് എന്താ 30 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? നമുക്കറിയാം കിലോ വാട്ട് എന്നുള്ളത് പവറിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് നമുക്കെങ്ങനെ എഴുതാം? പവർ P is equal to 30 കിലോ വാട്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 30 × 10⁻³ ചെയ്താൽ മതി അല്ലേ? 30 × 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ശരിയല്ലേ? ഇനി കിലോ വാട്ട് പവർ നമ്മൾ വാട്ടിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ എന്തായി മാറും? വാട്ടായി മാറും കേട്ടോ. ഇത് മൊബൈലിൽ എഴുതുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഇത്രയും നീറ്റല്ലാതിരിക്കുന്നത്. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് അറ്റ് 40 റേഡിയൻ പെർ സെക്കൻഡ്. 40 റേഡിയൻ പെർ സെക്കൻഡ്. 40 റേഡിയൻ പെർ സെക്കൻഡ്. റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ റേഡിയൻ പെർ സെക്കൻഡ്? ഇവിടുത്തെ ഈ ഒരു ഒമേഗയാണ് ഉദ്ദേശിക്കുന്നത്. ഒമേഗയാണ് റേഡിയൻ പെർ സെക്കൻഡ് അല്ലേ? എന്നിൻ്റെ യൂണിറ്റ് RPM ആണെങ്കിൽ ഒമേഗയുടെ യൂണിറ്റ് എന്താ? റേഡിയൻ പെർ സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഇസ് ഈക്വൽ ടു ചിലവ് സ്മോൾ w എന്നൊക്കെ പറയും, പക്ഷേ അതല്ല, ഒമേഗയാണ് പറയേണ്ടത്. ഒമേഗ ഇസ് ഈക്വൽ ടു 40 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി കമ്പ്യൂട്ട് ദ ടോർഷണൽ സ്ട്രെസ്. എന്താ കണ്ടുപിടിക്കാനുള്ളത്? ടോർഷണൽ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. ഷാഫ്റ്റ് ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം ഔട്ട്സൈഡ് ഡയമീറ്റർ ഉണ്ടാവും, ഇൻറ്റേർണൽ ഡയമീറ്റർ ഉണ്ടാവും. സോ ഔട്ട്സൈഡ് ഡയമീറ്റർ 35 mm ആണ് അല്ലേ? 35 mm ഔട്ട്സൈഡ് ഡയമീറ്റർ. ഔട്ട്സൈഡ് ഡയമീറ്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ D വെച്ചിട്ടാണ്. എത്ര mm ആണ്? 35 mm. ഇനി ആൻഡ് 20 mm ഇൻറ്റേർണൽ ഡയമീറ്റർ. 20 mm ഇൻറ്റേർണൽ ഡയമീറ്റർ. ഇൻറ്റേർണൽ ഡയമീറ്റർ അടയാളപ്പെടുത്തുക സ്മോൾ d വെച്ചിട്ടാണ്. എത്ര? 20 mm. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? ആലോചിച്ച് നോക്ക്. ഷിയർ സ്ട്രെസ് ടോ വരുന്നത് ഈ ടോർഷണൽ ഇക്വേഷനിലാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? ടോർഷണൽ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ? ടോർഷണൽ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരാം? T is equal to ടോ ഇൻറ്റു ZP. നമുക്കറിയാം ടോ ഇൻറ്റു ZP ആണ്. ഈ ZPയുടെ വാല്യൂ എന്ത് കൊടുക്കേണ്ടി വരും? ZPൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് ഇതായിരിക്കും. കാരണം ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് ZP എന്തായിരിക്കും? π × d⁻⁴ - d⁻⁴ ഡിവൈഡ് ബൈ 16d എന്നായിരിക്കും അല്ലേ? നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ആ ZPയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൊടുക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഷിയർ സ്ട്രെസ് ആട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഞാനിതിനെ ഈ സ്ക്രീനിലൊന്ന് ഡിവൈഡ് ചെയ്യാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ T is equal to ടോ ഇൻറ്റു എന്താ ഇക്വേഷൻ വരിക? ZPയുടെ സ്ഥാനത്ത് π × t⁻⁴ മൈനസ് d⁻⁴, അത് ബ്രാക്കറ്റിലിടണം, ദെൻ ഡിവൈഡഡ് ബൈ 16d. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഷിയർ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ D ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻറ്റേർണൽ ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ഔട്ട്സൈഡ് ഡയമീറ്റർ 35 mm ആണ്, ഇൻറ്റേർണൽ ഡയമീറ്റർ 20 mm ആണ്. ഇനി ഷിയർ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിവിടെ D അതും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എന്തില്ല? ഈ ടോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ T വേണം, D വേണം, D വേണം, ഈ D വേണം അല്ലേ? അപ്പോൾ ഇവിടെ D ഉണ്ട്, പക്ഷെ എന്തില്ല? T ഇല്ല, ടോർക്കില്ല.
ഇപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ടോർക്ക് റിലേറ്റഡ് ഇക്വേഷൻ ഏതാ? പവറിൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ? പി ഇസ് ഈക്വൽ ടു 2πnt/60 അതിൽ ടി ഉണ്ട്, പിന്നെ പവർ പി ഇസ് ഈക്വൽ ടു ടി ഒമേഗ ഉണ്ട്, അതിലും ടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഏത് ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഇക്വേഷനാണ്. ഏത് ഇക്വേഷൻ? പി ഇസ് ഈക്വൽ ടു ടി ഒമേഗ. കാരണം ഇവിടെ തന്ന സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡിലായതുകൊണ്ട് ഈ ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. സോ പി ഇസ് ഈക്വൽ ടു, പിൻ്റെ വാല്യൂ എത്ര വരിക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിൻ്റെ വാല്യൂ പി എത്ര വരുന്നത്? പി വരുന്നത് 30 × 10⁻³ ആണ്. അത് 30,000 വരും അല്ലേ? പവർ എഴുതി എന്താ? 30 × 10⁻³ ടി നമുക്കറിയോ? ഇല്ല. ഒമേഗ എത്ര? 40 ആണ്. ഒമേഗയുടെ 40 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടി കണ്ടുപിടിക്കാം. എങ്ങനെ ടി കണ്ടുപിടിക്കുക? ടീനെ അവിടെ നിർത്തി അല്ലേ? ടീനെ അവിടെ നിർത്തി. ഇവിടെ ആരുണ്ട്? 30 × 10⁻³ ഉണ്ട്. ഈ ഗുണിക്കണം എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കണം എന്നാവും. സോ ഹരിക്കണം 40. സോ ടോർക്കിൻ്റെ വാല്യൂ വരിക 750 ആയിരിക്കും. എന്തായിരിക്കും അത്? ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഞാൻ പറഞ്ഞു പവറിൽ നിന്ന് കിട്ടുന്ന ടോർക്ക് ടി എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ടോർഷൻ ഇക്വേഷൻ ഇവിടുന്ന് കിട്ടുന്ന ടി അത് ന്യൂട്ടൺ മീറ്റർ ആവാം, ന്യൂട്ടൺ മില്ലിമീറ്റർ ആവാം. അത് അങ്ങനെ തീരുമാനിക്കാം. ഇവിടെ ഷിയർ സ്ട്രെസ് മില്ലിമീറ്റർ ആണെങ്കിൽ ഈ ഡയമീറ്റർ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും? മില്ലിമീറ്ററിൽ കൊടുക്കേണ്ടി വരും. സോ കിട്ടുന്ന ടി എന്തായിരിക്കും? മില്ലിമീറ്ററിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ 750 ന്യൂട്ടൺ മീറ്റർ ആണ്. ഈ ടിയുടെ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ന്യൂട്ടൺ മീറ്റർ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ന്യൂട്ടൺ മില്ലിമീറ്റർ ആയി മാറ്റണം. കാരണം എന്താ കാരണം? ഇവിടെ ഡയമീറ്റർ ഒക്കെ എന്തിലാണ്? മില്ലിമീറ്ററിലാണ് അല്ലേ? ഇതൊക്കെ മില്ലിമീറ്ററിലാണ്. അപ്പോൾ ഇത് മില്ലിമീറ്ററിലാണ്, അതുകൊണ്ട് ഇതെന്തായിരിക്കണം? മില്ലിമീറ്ററിലായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇത് മീറ്ററിൽ ചെയ്യണോ? ചെയ്യാം. പക്ഷെ അപ്പോൾ ഈ ഡയമീറ്റർ ഒക്കെ എന്തായിരിക്കണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിട്ടുന്ന ഷിയർ സ്ട്രെസ് എന്തിലായിരിക്കും? മീറ്ററിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ വല്ലാതെ റിസ്ക് എടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഇത് മീറ്ററിലാണ്, മില്ലിമീറ്റർ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ 1000 കൊണ്ട് ഗുണിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ അല്ലേ? ഇപ്പം എന്തായി? ന്യൂട്ടൺ മില്ലിമീറ്ററായി. മീറ്ററിൻ്റെ മില്ലിമീറ്റർക്ക് മാറി 1000 കൊണ്ട് ഗുണിക്കുക, മില്ലിമീറ്ററിൻ്റെ മീറ്റർക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഒരു ഇക്വേഷൻ നിന്ന് മറ്റൊരു ഇക്വേഷനിലേക്ക് വാല്യൂ ഇങ്ങനെ മാറുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ ടി ഈ ഇക്വേഷനിലേക്ക് മാറുമ്പോൾ അത് മില്ലിമീറ്റർ ആണോ മീറ്റർ ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് അത് പഠിക്കണം. ഓക്കെ, വളരെ ഈസിയാണ്. 7 മാർക്കിൻ്റെ ചോദ്യമാണ് ഈ ചോദിക്കുന്നത് മുഴുവനും. 7 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്നൊരു സാധനമാണ്. വല്ലാത്തൊരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല, കോൺസെപ്റ്റ് ഉണ്ടായാൽ മതി. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇത് മായ്ച്ചു കളയാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. 750 × 10⁻³ മില്ലിമീറ്റർ ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ എന്താ പവറിൻ്റെ ടി ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ZP ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് പൈ ഇൻറ്റു d⁻⁴ മൈനസ് സ്മോൾ d⁻⁴ ഡിവൈഡ് ബൈ 16 ക്യാപിറ്റൽ D അല്ലേ? ഇതിൻ്റെ ടീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ എത്ര? 750 × 10⁻³ അല്ലേ? ടീൻ്റെ വാല്യൂ ഇനി എന്താ ഉള്ളത്? ഈക്വൽ ടു ടോ നമുക്കറിയോ? ഇല്ല. പൈ ഇൻറ്റു ക്യാപിറ്റൽ D എത്ര വരുന്നത്? ക്യാപിറ്റൽ D വരുന്നത് 35 mm ആണ്. സോ 35 × 35⁻⁴ മൈനസ് സ്മോൾ d 20 ആണ്, 20⁻⁴ ഡിവൈഡ് ബൈ 16 ഇൻറ്റു ക്യാപിറ്റൽ D വരുന്നത് 35 ആണ്. ക്യാപിറ്റൽ D വരുന്നത് 35 ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ അത് ബ്രാക്കറ്റിൽ ഇടണം, നല്ല വാല്യൂസ് ശരിയാവുള്ളൂ. ഓക്കെ, ഇനി ഈ ടോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാടെ എവിടെ പോകണം? ഇങ്ങോട്ട് വരണം. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഇവിടെ 750 × 10⁻³ അതായത് നിർത്തി 7 × 10⁻³ ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഇത് മുഴുവൻ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ചെയ്ത് നോക്കുക. കിട്ടുന്ന വാല്യൂ 75 20.88 ചെയ്ത് നോക്ക് കേട്ടോ. ഇനിയിപ്പോൾ ചെയ്തപ്പോൾ എനിക്കതാ കിട്ടിയത്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. 7520.88 ആണ് കിട്ടിയത്. ഇനി നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോൺ കണ്ടുപിടിക്കേണ്ടത്. ടോൺ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ടോൺ അവിടെ നിർത്തി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിവിടെ ഗുണിക്കണം എന്നാണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കണം എന്നാവും. ഓൾറെഡി ഇവിടെ ആരുണ്ട്? 750 × 10⁻³ ഉണ്ട്. ഇനി ഇയാൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 7 520.88 മാറും. ഇതിൻ്റെ ആൻസർ വരുന്നത് 99.7 Nm/mm².
കാരണം ഷിയർ സ്ട്രെസ് ആണ്, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ന്യൂട്ടൺ മില്ലിമീറ്റർ വരാൻ കാരണം ഇതൊക്കെ ഇപ്പോൾ എന്താ മില്ലിമീറ്ററിലാണ് അല്ലേ. ഈ ടി മില്ലിമീറ്ററിലാണ്, ഡി മില്ലിമീറ്ററിലാണ്, സ്വാഭാവികം ടോ എന്തായിരിക്കും മില്ലിമീറ്ററിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഏത് യൂണിറ്റിലാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആ യൂണിറ്റ് ആയിരിക്കും വരിക. മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതൊരു ടൈപ്പ് പ്രോബ്ലമാണ്. അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ഇവിടെ ഒരു പ്രോബ്ലം കാണാൻ കഴിയും. എ പ്രൊപ്പല്ലർ ഡ്രിവൺ ഷാഫ്റ്റ് ഓൺ എ ഷിപ്പ്. ഒരു കപ്പലിലെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, കപ്പലിൻ്റെ ബാക്കിലുള്ള പ്രൊപ്പല്ലർ, ഒരു പമ്പരം കണ്ടിട്ടുണ്ടാവും. ആ പ്രൊപ്പല്ലർ കറങ്ങുമ്പോഴാണ് ഷിപ്പ് മുന്നോട്ട് പോകുന്നത്. സോ ആ ഷിപ്പിനെ എൻജിൻ കറക്കുന്നത് ഷാഫ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ ഷിപ്പിൻ്റെ പവർ വരുന്നത് 75 കിലോ വാട്ടാണ്. പി സി ഈക്വൽ ടു 75 കിലോ വാട്ടാണ്. പി സി ഈക്വൽ ടു 75 കിലോ വാട്ടാണ്. അതെന്തിലേക്ക് മാറ്റണം? വാട്ടിലേക്ക് മാറ്റണം. പിന്നെ 30 റേഡിയൻ പെർ സെക്കൻഡാണ്. റേഡിയൻ പെർ സെക്കൻഡ് എന്തായിരിക്കും? ഒമേഗ ആയിരിക്കും അല്ലേ. ഒമേഗയുടെ വാല്യൂ ആണ് റേഡിയൻ പെർ സെക്കൻഡ്. 30 റേഡിയൻ പെർ സെക്കൻഡ്. കാണാൻ പറ്റുള്ളത് കമ്പ്യൂട്ട് ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്നാണ്. സോ ഇവിടെയും കണ്ടുപിടിക്കാൻ വേണ്ട ഏതാ? ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് ഉണ്ടാവും, ഇൻസൈഡും ഉണ്ടാവും. സോ ഔട്ട് സൈഡ് ഡയമീറ്റർ എത്രയാണ്? 60 mm ആണ്. ക്യാപിറ്റൽ ഡി is equal to 60 mm. സ്മോൾ ഡി is equal to 30 mm. സ്മോൾ ഡി is equal to 30 mm അല്ലേ. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഷിയർ സ്ട്രെസ് ആണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ പ്രോബ്ലമാണ്. നിങ്ങളിത് ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യണം. മുഴുവനും ഞാൻ ചെയ്തു തന്നാൽ ശരിയാവില്ല, തെറ്റിക്കോട്ടെ, വിഷയമല്ല. ഇതിൻ്റെ ആൻസർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് അയക്കുമ്പോൾ അത് ചെയ്യണം. പിന്നെ ഈ പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലത്തിലുള്ള ഒരു ചെറിയ കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പ്രോബ്ലം വായിക്കാം. ഇന്നെ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് എന്ന് മനസ്സിലായി. ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റർ ഇസ് 20 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയാണ് വരുന്നത്? ഔട്ട് സൈഡ് ഡയമീറ്റർ ക്യാപിറ്റൽ ടി വരുന്നത് എത്ര സെൻറ്റിമീറ്ററാണ്? 20 സെൻറ്റിമീറ്ററാണ്. ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡി വരുന്നത് എത്രയാണ്? 10 സെൻറ്റിമീറ്ററാണ് റെസ്പെക്റ്റീവ്ലി അല്ലേ. ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് എക്സീഡ്സ് 40 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇവിടെ ഷിയർ സ്ട്രെസ് വരുന്നത് ടോ ഈസ് ഈക്വൽ ടു എത്രയാണ്? 40 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. ഷിയർ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഫൈൻഡ് ദ മാക്സിമം ടോർക്ക് വിച്ച് ഈസ് ഷാഫ്റ്റ് ക്യാൻ സേഫ്റ്റ്ലി ട്രാൻസ്മിറ്റ്. നമ്മുടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ഫൈൻഡ് മാക്സിമം ടോർക്കാണ്. ടി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടി is equal to ടോ ഇൻറ്റു സെഡ് പി എന്നാണ്. അതിൽ ടി is equal to ടോ ഇൻറ്റു സെഡ് പി ഏതായിരിക്കും? പൈ ഇൻറ്റു ഡി റൈസ് ടു 4 മൈനസ് സ്മോൾ ഡി റൈസ് ടു 4 ഡിവൈഡ് ബൈ 16 ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്നാണ്. കാരണം സെഡ് പിയുടെ സ്ഥാനത്ത് ഇത് കൊടുക്കാൻ കാരണം എന്താ? ഹോളോ ഷാഫ്റ്റ് ആണ് അല്ലേ. ഔട്ട് സൈഡും ഇൻസൈഡും ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും ഉണ്ട്. സോ ഇതാണ് എടുക്കേണ്ടത്. പക്ഷേ ഇതിൽ നിന്ന് നോക്കി നമുക്ക് ഇവിടെ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി കണ്ടുപിടിക്കുമ്പോൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അതെന്തിലാ? മില്ലിമീറ്ററിലാണ്. പക്ഷെ ഇവിടെ ഡയമീറ്റർ എന്തിലാ? സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ഷിയർ സ്ട്രെസ് മില്ലിമീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ എന്തായി? ഇതും സെൻറ്റിമീറ്ററിൽ. പക്ഷേ അതിനേക്കാൾ എളുപ്പം ഈ മില്ലിമീറ്ററിന് താഴെ കിടക്കുന്നുണ്ട്, മില്ലിമീറ്ററിന് മുകളിൽ ഒരു സ്ക്വയർ ഉണ്ട്, അതിനൊക്കെ മീറ്ററിലേക്കോ സെൻറ്റിമീറ്ററിലേക്കോ മാറ്റുകയാണെങ്കിൽ കുറച്ച് ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ സെൻറ്റിമീറ്റർ മെല്ലെ മില്ലിമീറ്റർക്ക് മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ എന്തായി? എല്ലാതും മില്ലിമീറ്ററിലായി. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്നുള്ള മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? 10 ഗുണിക്കണം. അപ്പോൾ 200 മില്ലിമീറ്റർ ആവും. ഇതെന്താവും? 100 മില്ലിമീറ്റർ ആവും അല്ലേ. ശരിയല്ലേ? മനസ്സിലായില്ലേ? ഇത് സെൻറ്റിമീറ്ററിന് മില്ലിമീറ്റർക്ക് മാറ്റുമ്പോൾ ഇതിനെ കൂടെ 10 ഗുണിച്ചാൽ മതി. അപ്പോൾ 20 × 10 എത്ര? 200 ആണ്. 200 മില്ലിമീറ്റർ. അതേപോലെ 10 × 10 100 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടി is equal to ടോ എത്ര വരുന്നത്? ടോ വരുന്നത് 40 ന്യൂട്ടൺ മില്ലിമീറ്റർ സ്ക്വയറാണ്. 40 ഇൻറ്റു പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡീന് എത്ര വരിക? 20 അല്ല വരിക, എത്ര വരിക? 200 ആണ് വരിക. 200⁻4 മൈനസ് സ്മോൾ ഡി വരുന്നത് 100⁻4 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു ക്യാപിറ്റൽ ഡി വരുന്നത് 200 ആണ്. അല്ല, ഞാൻ ഈ പറഞ്ഞത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കേട്ടോ. ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 40 ഇൻറ്റു ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ 40 ഇൻറ്റു
40 ഇൻറ്റു ഇതൊക്കെ പാടെ ചെയ്ത് കിട്ടുന്ന വാല്യൂ ഏതാണ്ട് ടി ഈസ് ഈക്വൽ ടു ഇത്രയും ചെയ്ത് നോക്കട്ടോ. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് ടി ഈസ് ഈക്വൽ ടു 58904,862.25 ന്യൂട്ടൺ മില്ലിമീറ്റർ ആയിരിക്കും. എന്താ മില്ലിമീറ്റർ വരാൻ കാരണം? ഇതൊക്കെ എന്തിലാണ്? മില്ലിമീറ്ററിലാണ് അല്ലേ? മില്ലിമീറ്റർ ആയിരിക്കും. ആൻസർ ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷെ ഇവിടെ ലോജിക്ക് എന്താ? നിങ്ങൾക്ക് ഇവിടെ സെൻറ്റിമീറ്റർ തന്നു. നിങ്ങളെന്താ ചെയ്യാമെന്നറിയോ? ഈ ഇക്വേഷനിൽ ടോൻ്റെ സ്ഥാനത്ത് 40 കൊടുക്കും, ഡീൻ്റെ സ്ഥാനത്ത് 20 കൊടുക്കും, ഈ ഡീൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കും. നിങ്ങളത് എന്ത് ശ്രദ്ധിക്കൂല? ഇവിടെ മില്ലിമീറ്റർ ആണെന്നും ഇവിടെ സെൻറ്റിമീറ്റർ ആണെന്നും ശ്രദ്ധിക്കൂല. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ ഒപ്പിക്കാൻ കിടക്കുന്ന ഒരു പോയിന്റ് അതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി ഗിവൺ ഡാറ്റ എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിൽ 3 ഇക്വേഷനേ പഠിക്കാനുള്ളൂ. ഈസിയാണ്. ടി ന്യൂട്ടൺ മീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അതൊക്കെ ഈ രൂപത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോബ്ലം ചെയ്യണം. ഇനി നിങ്ങളോട് പവർ കണ്ടുപിടിക്കാൻ പറയാം. ഇപ്പോൾ ഈ ഇക്വേഷനിൽ പവർ തന്നിട്ടില്ല. പവർ കണ്ടുപിടിക്കാൻ സ്പീഡ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പി സി ഈക്വൽ ടു 2πnt/60 എന്നോ അല്ലെങ്കിൽ ടി ഒമേഗ എന്നുള്ള ഇക്വേഷൻ ഏത് വെച്ച് ഉപയോഗിച്ച് ചെയ്യാം. അവിടെ ഈ ടി എന്നുള്ളത് ഈ ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ എന്താ പ്രശ്നം? ഇവിടെ ന്യൂട്ടൺ മില്ലിമീറ്റർ ആണ്. ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്തിലേക്ക് മാറ്റണം? അത് ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റണം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ന്യൂട്ടൺ മില്ലിമീറ്ററിൻ്റെ മീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഇതിന് 1000 കൊണ്ട് ഹരിക്കുക. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? പോയിൻറ്റിൻ്റെ ഇവിടുന്ന് 1000 3 0 അല്ലേ? 1 2 3 അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് എന്ത് വരും? ഒരു പോയിന്റ് വരും. 58,904.862 ന്യൂട്ടൺ മീറ്ററായി മാറും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത്ര സംഭവങ്ങൾ വളരെ ഈസിയാണ്. 7 മാർക്ക് ഒരു കാരണവശാലും 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ കളഞ്ഞു കുടിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ചെയ്യണം. നിങ്ങളെ കൈകളിൽ ഒതുങ്ങും എന്നുള്ള രീതിയിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അതെന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ. അപ്പോൾ അതിൽ ഇപ്പോൾ ലാസ്റ്റ് കാണുന്ന ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്കായിട്ട് നോട്ടിൻ്റെ കൂടെ നയിക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടോർഷൻ്റെ നമ്മൾ ആദ്യം ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിൻ്റെ പുറമെ നിങ്ങളെ പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻ ഷോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നമ്മുടെ കോളേജിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അതും നമ്മൾ ചെയ്തു. ഇനി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്തിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.